വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി. അതായത് ബാക്ടീരിയ പല ടൈപ്പ് ഉണ്ട്. കോക്ക ഉണ്ട്, ബാസില ഉണ്ട്, വിബ്രിയോ ഉണ്ട്, കുറെ പ്ലിയോമോർഫിക് ഫോംസ് ഉണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെ അതിന്റെ മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബാക്ടീരിയ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിനിങ് പ്രോപ്പർട്ടി വെച്ചിട്ടും ഏത് ഭാഗത്ത് നമ്മുടെ എന്ത് ടൈപ്പ് ഡിസീസ് ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ബാക്ടീരിയ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്ടീരിയൽ മോർഫോളജി, അതിന്റെ അപ്പിയറൻസ് വഴി അതെങ്ങനെ കാണുന്നു എന്നുള്ളതിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മോർഫോളജി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും? അതിന്റെ ഷേപ്പ് വരാം, അറേഞ്ച്മെന്റ് വരാം. നമ്മളൊരു ഇതിൽ കാണുമ്പോൾ എങ്ങനെ കാണുന്നു എന്നുള്ള, അതായത് കൾച്ചറിൽ നിന്നല്ല, ഒരു ക്ലിനിക്കൽ സ്പെസിമെനിലാണ് അതിന്റെ കറക്റ്റ് നമുക്ക് അതിന്റെ അറേഞ്ച്മെന്റ്സ് അറിയാൻ പറ്റും. അപ്പൊ അറേഞ്ച്മെന്റ്സ്, അതേപോലെ അതിന്റെ ശരീരത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്, ഇപ്പൊ ഈ വോളിറ്റിൻ ഗ്രാന്യൂൾസ് എന്നൊക്കെ പറയും, മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ്, അല്ലെങ്കിൽ അതിനകത്ത് മേലെ നമുക്ക് സ്പോർ കാണാൻ പറ്റും, ക്യാപ്സ്യൂൾ കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സ്ട്രക്ചേഴ്സും ഓരോ ബാക്ടീരിയക്കും പെക്യുലിയർ ആയിട്ട് പ്രത്യേകം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇതെല്ലാമാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഷേപ്പ്, അറേഞ്ച്മെന്റ്, സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഷേപ്പിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് എ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ഷേപ്പ് ആണ് ഒന്നാമത്തത്. കോക്കൈ എന്ന് പറയും. കോക്കൈ അല്ലെങ്കിൽ കോക്കസ്. ഒരെണ്ണം മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ കോക്കസ് എന്ന് പറയുന്നു. ഇതൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഗ്രൂപ്പായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ കോക്കൈ എന്ന് പറയുന്നു. അപ്പൊ കോക്കസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് കാണുന്നത്, റൗണ്ട് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ ഇനി ഇതിന് ഈ കോക്കസുകൾ ഇത് നമുക്ക് അടുത്തൊരു പിക്ചർ ഉണ്ടായാലും കൃത്യമായിട്ട് പറയാം. ഒരെണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിംഗിൾ ആയിട്ട് മോണോകോക്കസ് എന്ന് പറയും. മോണോകോക്കസ് സിംഗിൾ ആയിട്ട് ഓരോ സെല്ലായിട്ട് കിടക്കുന്നത്. രണ്ടെണ്ണം അടുത്തടുത്ത് കിടക്കും, പെയറായിട്ട്. ഇങ്ങനെ ഒരെണ്ണം കിടന്ന് അതിനെ മോണോകോക്കസ് എന്ന് പറയും. രണ്ടെണ്ണം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡിപ്ലോകോക്കസ് എന്ന് പറയും. ഈ രണ്ടെണ്ണം ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് ചേർന്ന് കിടക്കുന്ന ഈ സർഫസ് ഇത് ഫ്ലാറ്റ് ആയിട്ട് രണ്ടെണ്ണം ചേർന്ന് കിടക്കും. അതാണ് ഡിപ്ലോകോക്കസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഉണ്ട്. നൈസീരിയ, ഗൊണേറിയ, ന്യൂമോകോക്ക, അങ്ങനെയെല്ലാം വരും. പിന്നെ ചെയിൻ പോലെ ഇങ്ങനെ ചെയിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മാല പോലെ, ചെയിന് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അടുത്തടുത്ത് ടച്ച് ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുക. ഇങ്ങനെ ഒരു ചെയിന് പോലെ കിടക്കുമ്പോൾ അതിനെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് പറയും. സ്ട്രെപ്റ്റോ എന്നാണ് അതിന് പറയുന്നത്. സ്ട്രെപ്റ്റോ ഇൻ ചെയിന്റെ പോലെ കാണും. അതിന് എക്സാമ്പിൾ ആണ് ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ്. ഇനി സ്റ്റഫൈലോകോക്കസ് എന്ന് പറയും. സ്റ്റഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ. അതിനാണ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുക. മുന്തിരിക്കുല. ഒരു മുന്തിരിക്കുല എങ്ങനെ തൂങ്ങുക? മേലെ കൂടുതൽ എണ്ണം, താഴേക്ക് വരുന്നതോറും കുറഞ്ഞു വരും. അതാണ് സ്റ്റഫൈലോകോക്കസ്. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ ചെയിനുകളായിട്ട് കാണും. സ്റ്റഫൈലോകോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ്, അങ്ങനെ വരും. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റഫൈലോകോക്കസ് ഓറീസ്. ഇതെല്ലാം കോക്കകളാണ്, കണ്ടില്ലേ? ഇനി ന്യൂമോകോക്കയെ പറയാം, അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയും. ന്യൂമോകോക്ക ഒരു ഡിപ്ലോകോക്കയാണ്. സ്ട്രെപ്റ്റോക്ക പറഞ്ഞാൽ ചെയിൻസ് ആയിട്ട്. സ്റ്റഫൈലോക്ക പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിക്കൊലകൾ പോലെ. ഇനി ടെട്രാഡ്സ് വരും. ടെട്രാഡ്സ്, പെയർ ഓഫ് 4. 4 എണ്ണത്തിന്റെ ഗ്രൂപ്പ് ഇതിൽ വരുന്നില്ല. 4 എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന പെയർ ഓഫ് 4 വരും. അതിനെ നമ്മൾ ടെട്രാഡ്സ് എന്ന് പറയും, ഗ്രൂപ്പ് ഓഫ് 4. അതിന് എക്സാമ്പിൾ ആണ് മൈക്രോകോക്കസ് ലൂട്ടിയസ്. മൈക്രോകോക്കയെന്ന് ഓർത്ത് വയ്ക്കുക. ഇതും കോക്കസ് ആണ് മൈക്രോ, പെയർ ഓഫ് 4. 4 എണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൈക്രോകോക്കസ് എന്ന് പറയുന്നു. 4 എക്സാമ്പിൾ ആണ് മൈക്രോകോക്കസ്. ഗ്രൂപ്പിന് നമ്മൾ ടെട്രാഡ്സ്, എന്ന് പറഞ്ഞാൽ 4 എണ്ണം വരുന്ന ഗ്രൂപ്പിന് ടെട്രാഡ്സ്. പിന്നെ സാർസിനുണ്ട്. അതൊരു ഗ്രൂപ്പായിട്ട്.
8 അതിൽ കൂടുതലോ അത് വരുന്നതിനെ നമ്മൾ സാർസിന എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ഈ സാർസിന വെൻട്രിക്കുലൈ എന്ന് പറയുന്ന ഓർഗാനിസം. സിമ്പിൾ ആയിട്ട് സാർസിന പെയർ ഓഫ് 8. ഇത് സിമ്പിൾ ആയിട്ട് ഞാൻ അടുത്ത പിക്ചറിൽ കാണിച്ചു തരാം. ദേ മോണോകോക്കസ്, ഒരൊറ്റ ഒന്ന് വന്നാൽ മോണോകോക്കസ്, രണ്ടെണ്ണം വന്ന ഡിപ്ലോകോക്കസ്. ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ചേരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നില്ല, ഇങ്ങനെ വരുന്നില്ല, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയി വരുന്ന ഭാഗം ക്ലോസ് ആയിട്ടിരിക്കും, അത് ചേർന്നിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. ഇനി നമ്മൾ മൈക്രോകോക്കസ് പറഞ്ഞ ടെട്രാകോക്കസ് പെയർ ഓഫ് 4, ടെട്രാകോക്കസ് എന്നും പറയാം, അല്ലെങ്കിൽ ടെട്രാഡ്സ് എന്നും പറയാം. പിന്നെ 8 എണ്ണം വരുന്നത്, എണ്ണി നോക്കിക്കോളൂ, 1, 2, ഇത് പിക്ചർ ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് 8 കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതലും വന്നു കഴിഞ്ഞാൽ നമ്മൾ സാർസിന എന്ന് പറയും. 6, 7, 8, അതിന് നമ്മൾ സാർസിന. അപ്പൊ ഇതെല്ലാം 1, 2, 4, 8. ഇതൊക്കെ എങ്ങനെ വരുന്ന വെച്ചാൽ ഒരെണ്ണം എങ്ങനെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒരെണ്ണം ബൈനറി ഫിഷൻ വഴി 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ക്ലിനിക്കൽ സ്പെസിമെനിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ കിടക്കുന്നത് കണ്ടാൽ നമുക്കത് ഓർഗാനിസം ആണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ക്ലിനിക്കൽ സ്പെസിമെൻ എന്നൊക്കെയാണ് വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്നും കാണാൻ സാധ്യതയില്ല. പിന്നെ ചെയിന് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സ്ട്രെപ്റ്റോകോക്കസ്. പിന്നെ സ്റ്റഫൈലോകോക്കസ്, മുന്തിരിക്കുല പോലെ. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിന്റെ 3D ഇമേജ് ആകുമ്പോൾ കറക്റ്റ് ഒരു മുന്തിരിക്കുല, ഒരു കൊല്ലം മുന്തിരി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ സൈഡിൽ നിന്നുള്ള 3D ഇമേജ് പോലെ വരും. അപ്പൊ ഇതിൽ എത്ര എണ്ണം വേണമെങ്കിലും വരാം, അതിന്റെ ഗ്രൂപ്പിനനുസരിച്ച് വരാം. ഇതെല്ലാം ക്ലിനിക്കൽ സ്പെസിമെൻസിലാണ് കൂടുതൽ കാണുക. നമ്മൾ കൾച്ചർ ചെയ്തെടുത്ത് നോക്കുമ്പോൾ, എന്നിട്ട് നമ്മൾ ഒരു കോളനി എടുത്ത് സ്പ്രെഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഷേപ്പിൽ നിന്ന് കാണാൻ സാധ്യത കുറവാണ്. അപ്പൊ കോക്കൈ കഴിഞ്ഞു. കോക്കയുടെ ഗ്രൂപ്പ് നമ്മൾ ഇത് ഇവിടെ പറഞ്ഞു: മോണോകോക്കസ്, ഡിപ്ലോകോക്കസ്, ടെട്രാഡ്സ്, സാർസിന, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് പറഞ്ഞ ചെയിനായിട്ട്, സ്റ്റഫൈലോകോക്കസ് പറഞ്ഞ മുന്തിരിക്കുല പോലെ. ബാക്കി മോണോകോക്കസ് 1, ഡിപ്ലോകോക്കസ് 2, ടെട്രാഡ്സ് 4 അല്ലെങ്കിൽ ടെട്രാകോക്കസ്, പിന്നെ സാർസിന 8 അതിൽ കൂടുതലോ വരുന്നത് സാർസിന. ഇനി ബാസിലൈ സെക്കൻഡ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് കോക്കൈ കഴിഞ്ഞു, സെക്കൻഡ് ഗ്രൂപ്പ് ബാസിലൈ. ബാസിലൈ പറഞ്ഞാൽ റോഡ് ഷേപ്പ്, ഇങ്ങനെ നീളത്തില്. നേരത്തെ സെൽസ് റൗണ്ട് ആയിരുന്നു, ഇത് നീളത്തിൽ വരുന്ന സെൽസ് ആണ്. ഇങ്ങനെ നീളത്തിൽ വരുന്ന സെൽസ് ആണ്. അപ്പൊ ഇതിൽ വേറൊരു കാര്യമുണ്ട്, കൊക്കോ ബാസിലൈ എന്ന് പറയും. നമുക്ക് എങ്ങനെ ഒരു സാധനം റൗണ്ട് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, ഇതിന്റെ ഇതും ഈ ഡയമീറ്ററും സെയിം ആവുമ്പോൾ, ഇതിൽ ഒരു ഡയമീറ്റർ കൂടി ഒരു ഡയമീറ്റർ കുറഞ്ഞാലോ അത് റോഡ് ഷേപ്പായി. കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ഡയമീറ്റർ കുറഞ്ഞു, ഈ ഡയമീറ്റർ കൂടി, അപ്പൊ അത് റോഡ് ഷേപ്പായി. പക്ഷെ അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു ഫോം വരും, അതായത് കോഴിമുട്ട പോലെയുള്ള ഫോം. കുറച്ചുകൂടി ഒരു ഓവലും ഇങ്ങനെ, ഇങ്ങനെ. ഇത് ഇത്ര ഇവിടുത്തെ ഈ ഡയമീറ്റർ കുറയില്ല, വളരെ ആയിട്ട് കുറയില്ല. ഈ ഡയമീറ്റർ നന്നായിട്ട് കൂടില്ല. ഇത് കൂടും കുറയും ചെയ്താൽ 3 ഫോം. ഇത് എക്സാക്റ്റ് റൗണ്ടിലുള്ള സെൽ, ഇത് അതിന്റെ ഓവൽ ഷേപ്പ് സെൽ. സെല്ലിന്റെ സൈസ് നോക്കണ്ട, ഇതെന്റെ ബാസിലറി. ഒരേ തന്നെ ഞാൻ വരയ്ക്കുമ്പോൾ മൗസ് കൊണ്ട് വരുന്നതുകൊണ്ട് മാറ്റാണ്. ഇവിടെ ഈ ഡയമീറ്റർ സെയിം ആവുമ്പോൾ അത് കോക്കയായി, റൗണ്ടായി. ഇത് ഇങ്ങനെ വരുമ്പോൾ അതിന് കൊക്കോ ബാസിലറി. അതാണ് ഇവിടെ പറയുന്നത്, കൊക്കോ ബാസിലറി. കോക്കയിന്ന് വിടുകയും ചെയ്തു, ബാസിലൈ എത്തിയിട്ടില്ല. അപ്പൊ രണ്ടിന്റെ മിക്സ് ഫോം കൊക്കോ ബാസിലറി. ഈ ഡയമീറ്റർ ഇവിടെ സെയിം ആയിട്ട് തന്നെ കിടക്കുന്നു, ഇത് കുറച്ച് കൂടി. ഇവിടെ ആകുമ്പോഴേക്കും ഈ ഡയമീറ്റർ വളരെ കുറയുന്നു, ഈ ഡയമീറ്റർ നന്നായിട്ട് കൂടുന്നു. നീളത്തിൽ വരുമ്പോൾ ഡയമീറ്റർ എന്ന് പറയില്ല, എന്നാലും ഒരു ലെങ്ത്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ റൗണ്ടിനെ പറയൂ. ഞാൻ ഈ ഫസ്റ്റ് പിക്ചറിന് ഇതിൽ വെച്ച് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ഇങ്ങോട്ടും കൂടി കൊണ്ടുവന്ന് പറഞ്ഞാണെന്നേ ഉള്ളൂ. സോ കൊക്കോ ബാസിലറി ഫോം ആണ് ഷോർട്ട് റോഡ്സ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഹീമോഫിലസ് സ്പീഷീസിലെ ബാക്ടീരിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എല്ലാം ഒരു കൊക്കോ ബാസിലറി ഓർഗാനിസം ആണ്. അതായത് കോക്കയല്ല ബാസില അല്ലാതെ ഇടയ്ക്ക് ഓവൽ ഷേപ്പിലായിരിക്കും ഇതിന്റെ ഓർഗാനിസം വരിക. പിന്നെ ഡിപ്ലോ ബാസിലൈ, നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോ ബാസിലൈ, 2 ബാസിലൈ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കിടക്കും. ഡിപ്ലോ ബാസിലൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബാസിലൈ കിടക്കും, ഇതിന്റെ തൊട്ടടുത്ത്
ഒരെണ്ണം കൂടി കിടക്കും. ഇങ്ങനെ രണ്ടെണ്ണം അടുത്തടുത്ത് വരുന്ന ഡിപ്ലോബാസിലൈ. ഇനി സ്ട്രെപ്റ്റോബാസിലൈ ഉണ്ട്, ചെയിനുകൾ. സ്ട്രെപ്റ്റോബാസിലസ് മോണിലിഫോമിസ് എന്ന് പറയുന്നത് ഇതാണ് സ്ട്രെപ്റ്റോബാസിലസ് മോണിലിഫോമിസ്. ഇങ്ങനെ ചെയിന് പോലെ കിടക്കും. മറ്റത് കോക്കയായിരുന്നു ചെയിന് പോലെ വരുന്ന സ്ട്രെപ്റ്റോകോക്കസ്, ഇവിടെ സ്ട്രെപ്റ്റോബാസിലസ്. ഇനി പാലിസൈഡ്സ് ഉണ്ട്. പാലിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലിസൈഡ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് ബൈ സൈഡ് ആയിട്ട് കിടക്കും. ഈ പിക്കറ്റ് ഫെൻസ് പോലെ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ കണ്ടില്ലേ, സൈഡ് ബൈ സൈഡ് ആയിട്ട് കിടക്കും, പാലിസൈഡ്സ് എന്ന് പറയും. ഇവിടെ ഇത് കിടക്കുന്നത് സൈഡ് ബൈ സൈഡ് ആണ്, ഇങ്ങനെ നീളത്തിലല്ല, ഒന്നിനടുത്ത് ഒന്നായിട്ട് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഫിലമെന്റസ് ബാസിലൈ ഉണ്ട്. ഫിലമെന്റസ് എന്ന് പറയുമ്പോൾ ഈ ഡയമീറ്ററിൽ ഇങ്ങനെ വരുന്ന ഈ ഡയമീറ്റർ ഇത് വളരെ കുറഞ്ഞിട്ട് നൂല് പോലെ ഇങ്ങനെ ഇത് നല്ല വണ്ണം, അതായത് വണ്ണം തീരില്ലാത്ത ഇങ്ങനെ ഫിലമെന്റസ് ബാസിലായിട്ട് വരും. അതിന് എക്സാമ്പിൾ ആണ് നൊക്കാഡിയ സ്പീഷീസ്. നൊക്കാഡിയ സ്പീഷീസിൽ വരുന്ന അതെല്ലാം ആ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ ഡിപ്ലോബാസിലേക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ മൊറാക്സെല്ല ബോവിസ്. ബോവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു, അങ്ങനെ പക്ഷികളിലെല്ലാം വരുന്ന ബോവിസ്, ബൊവൈൻ പക്ഷികളിൽ വരുന്നതാണ്. അപ്പൊ മൊറാക്സെല്ല ബോവിസ് എന്ന് പറഞ്ഞാൽ പക്ഷികളിൽ കോസ് ചെയ്യുന്നതാണ്. ഈ ഡിപ്ലോബാസിലെ ഒരു എക്സാമ്പിൾ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ നമുക്ക് തൊണ്ടമുള്ള് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ ഡിഫ്തീരിയ വാക്സിനേഷൻ എടുക്കാതെ കുട്ടികളിലെല്ലാം വരുന്ന തൊണ്ടയിൽ ഒരു വെള്ള കളർ പോലെ ഒരു പാട വന്ന് അത് ഡിഫ്തീരിയ കോസ് ചെയ്യുന്നതാണ്. വാക്സിനേഷൻ ഉണ്ടായിരുന്നു. വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് ആണ്. അതെല്ലാം കുറച്ചുകൂടി റെലവെന്റ് ആണ്. നിങ്ങളുടെ പോലത്തെ എക്സാമിന് അത് ചോദിക്കാം. തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത് ഓർഗാൻസ് ഏതാണ്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയ. ഇനി സ്പൈറൽ ഫോംസ് ഉണ്ട്. സ്പൈറൽ ഫോംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പ്രിങ് ഇല്ലേ, സ്പ്രിങ് പോലെ. അതായത് നമുക്ക് ഈ ചില സ്പ്രിങ്ങുകൾ, ചിലത് ഭയങ്കര കോയിൽഡ് ആയിട്ടുള്ള ടൈറ്റ് സ്പ്രിങ് ഉണ്ടാവും, ചിലത് ഭയങ്കര ഇതിപ്പോ ഇങ്ങനെ ഒരു ടൈറ്റ്ലി ആയിട്ടുള്ളത് വരയ്ക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും. ഇങ്ങനത്തെ ഒരു സ്പ്രിങ് വരും, ഇങ്ങനെ നല്ല ലോങ് ആയിട്ട് വരുന്ന നല്ല ലെങ്ത് ആയിട്ടുള്ള സ്പ്രിങ്. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, സ്പ്രിങ്ങുകൾ കണ്ടിട്ടില്ല. അതേപോലെ ചിലത് ഭയങ്കര ടൈറ്റ്ലി കോയിൽഡ് ആയിരിക്കും, ചിലത് ഭയങ്കര ലൂസ്ലി കോയിൽഡ് ആയിരിക്കും. സോ അങ്ങനെ വരുന്നതാണ് സ്പൈറൽ ഫോം. അതേപോലെ വേറൊരു ഫോം വരുന്നതാണ് വിബ്രിയോ. സ്പൈറൽ ഫോം താഴെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. വിബ്രിയോ എന്നുണ്ട്, കോമ ഷേപ്ഡ്. അതാണ് ഈ കോമ ഷേപ്ഡ് എന്ന് പറയുന്നത്, ഒരു കോമിട്ട പോലെ. അതായത് ഇത് ബാസിലെ പോലെ തന്നെയാണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കില്ല. ആന്ത്രാക്സ് ബാസിലെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇതില്ലേ നമ്മുടെ മുളങ്കമ്പുകൾ പോലെ ജോയിന്റിൽ വരുമ്പോൾ ഇത്തിരി വണ്ണം കൂടി, കരിമ്പൊക്കെ ഇല്ലേ വണ്ണം കൂടി, അതുപോലെ കരിമ്പിന് അങ്ങനെ വണ്ണം വരില്ല, മുളങ്കമ്പുകൾക്ക് ഇത്തിരി വണ്ണം കൂടിയിട്ട് വരില്ലേ, അതേപോലെയൊക്കെ വരണം ആന്ത്രാക്സ് ഒക്കെ വരുന്നത്. അത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതൊരു കോമ ഷേപ്പില്, ഇതിങ്ങനെ ചെറിയൊരു കോമ ഷേപ്പിൽ വരണം. അതാണ്ടില്ലേ ഈ ഒരു വളവ് കണ്ടില്ലേ, ഇതാണ് വിബ്രിയോക്ക് എക്സാമ്പിൾ. സ്പൈറൽ ഫോം മൊത്തത്തിൽ പറഞ്ഞാണ്, ഇതിൽ വിബ്രിയോക്ക് എക്സാമ്പിൾ ആണ്. ഇത് ഈ വിബ്രിയോ ആണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. വിബ്രിയോടെ ഇത് ഫ്ലജല്ലയാണ്, ഓർഗാൻസിന്റെ വാലാണ്. ഇത് വെച്ചിട്ട് ഇളക്കിയിട്ടാണ് അവർ മൂവ് ചെയ്തു പോകുന്നത് മോട്ടൈൽ ഓർഗാനിസം വരുമ്പോൾ. വിബ്രിയോ കോളറെ വരുന്നതാണ് വിബ്രിയോ. അപ്പൊ കോക്കസ് ഉണ്ട്, ബാസിലൈ ഉണ്ട്, വിബ്രിയോ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് പിന്നെ വരുന്നതാണ് സ്പൈറൽ ഫോംസ്. സ്പൈറൽ ഫോം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. റിജിഡ് സ്പൈറൽ വിത്ത് ഫ്യൂ ടേൺസ്. ഭയങ്കര ഇങ്ങനത്തെയുള്ള ഈ ഇത് കുറവായിരിക്കും. ഇങ്ങനെ കുറവ് വരുന്നതിന് നമ്മൾ പക്ഷെ റിജിഡ് ആയിരിക്കും. അതിൽ വരുന്നതാണ് സ്പൈറലം എന്ന് പറയുന്ന സ്പീഷീസ്. പിന്നെ സ്പൈറോകീറ്റ്സ് ഉണ്ട്. സ്പൈറോകീറ്റ് ഈ VDRL ടെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രിപ്പോണിമ പാലിഡം. അതായത് സ്പൈറോകീറ്റ് ആണ്. അത് വളരെ തിന്നായിരിക്കും, ഫ്ലെക്സിബിൾ. ഇപ്പൊ നമ്മൾ ഇത് കണ്ടിട്ടില്ലേ, ഈ സ്പ്രിങ്ങുകൾ തന്നെ ചിലത് ഭയങ്കര ലൂസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഈ ലാൻഡ് ഫോണിന്റെ ഇതില്ല റിസീവറും അല്ലെങ്കിൽ ആ ഹെഡ് നമ്മൾ ചെവിയിൽ വെക്കുന്നു, ആ ഇതും തമ്മിൽ അതിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറില്ലേ, അങ്ങനെയുള്ള വയറുകള്, അങ്ങനെയുള്ള അത് ആ ഒരു ഷേപ്പ് കണക്കാക്കിയാൽ മതി. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തിൻ സ്പൈറൽസ് വന്നാൽ വിത്ത് മെനി ടേൺസ്. അതിൽ ഒരുപാട് ടേൺസ് ഉണ്ട്, കുറേ വട്ടങ്ങൾ ഇങ്ങനെ വരും. ഫോണിന്റെ കോഡ് കണ്ടിട്ടില്ലേ, ഫോൺ കണക്ട് ചെയ്യുന്ന കോഡ്, അതേപോലത്തെ അത് അതിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന സ്പൈറോകീറ്റ്.
അപ്പൊ സ്പൈറലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജിഡ് സ്പൈറൽ ആയിരിക്കും. റിജിഡ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ കാറിന്റെ ഷോക്ക് അബ്സോർബർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈക്കിന്റെ ഒക്കെ ഷോക്ക് അബ്സോർബർ കണ്ടിട്ടുണ്ടാവും. ബൈക്കിന്റെ ഈ നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് ഇങ്ങനെ ഇത്ര കുറച്ച് വളവുകളെ വരുള്ളൂ. ഇങ്ങനത്തെ ഒരു സ്പൈറൽ അല്ലെങ്കിൽ ഒരു പൈപ്പിന്റെ ഈ പൈപ്പ് ഇങ്ങനെ വരും, ഇതിന് ചുറ്റുമായിട്ട് ഷോക്ക് അബ്സോർബറിന്റെ ഇതിങ്ങനെ പോകുന്ന കാണും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബൈക്കിലെല്ലാം ഒരു 4-5 ടേൺ വരുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ സ്പൈറലത്തിന് പറയാം. ഭയങ്കര റിജിഡ് ആയിരിക്കും, ആ റൊട്ടേഷൻ വളരെ കുറവായിരിക്കും. മീൻസ് ആ ടേണിങ്ങുകൾ റൗണ്ടുകൾ കുറവായിരിക്കും. അപ്പൊ ബൈക്കിന്റെ അല്ലെങ്കിൽ കാറിന്റെ ഷോക്ക് അബ്സോർബർ ടയറിന്റെ അടിഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷോക്ക് 4-5 റിങ് വരുന്ന പോലത്തെ ഷോക്ക് അബ്സോർബറുകൾ കണ്ടിട്ടുണ്ടാവില്ലേ, അത് ജസ്റ്റ് സ്പൈറലത്തിന് എക്സാം. അത് ഭയങ്കര ഹാർഡായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ബൈക്ക്, നിങ്ങളുടെ കയ്യിൽ ബൈക്കോ അങ്ങനെ നോക്കിയാൽ മതി. സ്കൂട്ടീസില് ഷോക്ക് അബ്സോർബർ പുറത്ത് കാണില്ല. ഈ യൂണിക്കോൺ പോലെയുള്ള ബൈക്കുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ബൈക്കുകളിലെല്ലാം ഈ ഭയങ്കര ഹാർഡായിട്ടുള്ള, ചിലപ്പോൾ നല്ല കളറിൽ, മഞ്ഞ കളറില് പച്ച കളറൊക്കെ കൊടുത്തിട്ട് ഹാർഡായി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയുണ്ട്, അതിന്റെ സ്പൈറൽസ് കുറവായിരിക്കും. അതാണ് സ്പൈറൽ. പക്ഷെ സ്പൈറോക്കീറ്റ് വരുമ്പോഴോ ഭയങ്കര തിൻ ഫ്ലെക്സിബിൾ. അത് നിങ്ങൾക്ക് ഫോണിന്റെ കോഡ്, ലാൻഡ് ഫോണിന്റെ ആ കോഡ് ഇമാജിൻ ചെയ്യാം. ഭയങ്കര ഫ്ലെക്സിബിൾ ആണത്. ഒരുപാട് സ്പൈറൽ വരും, ലെങ്ത് അത്രയും നീട്ടാൻ പറ്റും, ഒരുപാട് സ്പൈറൽസ് വരും. അത് സ്പൈറോക്കീറ്റ്സ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പൊ ലെപ്റ്റോസ്പൈറ, ട്രിപ്പോണിമ, ബൊറീലിയ ഇങ്ങനെയുള്ള സ്പീഷീസ് എല്ലാം സ്പൈറോക്കീറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, റൗണ്ട് ഷേപ്പിലുള്ള കോക്കൈ, നീളത്തിലുള്ളത് ബാസിലൈ, പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് അതിനെ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ മൂന്നാമത്തെ ഫോമാണ് വിബ്രിയോ. വിബ്രിയോ കോമ ഷേപ്ഡ്, ഇങ്ങനെ ഒരു കോമ ഷേപ്പിലായിരിക്കും ഈ ഓർഗാനിസിനെ കാണുക. അതിനുശേഷം നാലാമത്തെ വരുന്നതാണ് സ്പൈറൽ ഫോം. ഇത് 4 എന്ന് പറയാം, അല്ലെങ്കിൽ ഡി എന്ന് പറയാം. ഡി എന്ന് പറയും, ഇത് കൂടി ഇതിൽ കൊടുത്തു എന്നേ ഉള്ളൂ. 4D എന്ന ഡി, നാലാമത്തെ ഫോം ഡി, സ്പൈറൽ ഫോം. സ്പൈറൽ ഫോമിൽ റിജിഡ് സ്പൈറൽ വിത്ത് ഫ്യൂ ടേൺസ് വന്ന സ്പൈറൽ എക്സാമ്പിള് ഞാൻ പറഞ്ഞു, വണ്ടിയുടെ ഷോക്ക് ഓർബറുകൾ. അതേപോലെ സ്പൈറോക്കീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫോണിന്റെ, ലാൻഡ് ഫോണിന്റെ കോഡുകളെല്ലാം വരുന്ന അങ്ങനത്തെ ഇത്. അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഒരുപാട് ടേൺസ് വരും. പിന്നെ കുറച്ച് വേറെ മോർഫോളജിക്കൽ ടൈപ്പ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇ എന്ന് പറയാം. അതിന്റെ ഓർഡറിൽ ഒരു മാറ്റം വന്നാണ്. അതർ മോർഫോളജിക്കൽ ടൈപ്പ് ഇ എന്ന് പറഞ്ഞിട്ട് പ്ലിയോമോർഫിക് ബാക്ടീരിയ. പ്ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ, ഒരുപാട് ടൈപ്പ്, കറക്റ്റ് ഫിക്സഡ് ഇല്ല, ഇത്ര എണ്ണമില്ല, അങ്ങനെ കുറെ ഇത് വരും. ഷേപ്പ് ഇല്ലാത്ത, സെൽ വാൾ ഡെഫിഷ്യന്റ് ഓർഗാൻസ് ഉണ്ട്. നമുക്കൊരു ബാക്ടീരിയക്ക് ഷേപ്പ് കൊടുക്കുന്നത് എന്താ? ഇപ്പൊ ഈ കോക്കയാണെങ്കിൽ ഇത് കോക്കയുടെ സെൽ വാൾ ആണ്, ഇത് ബാസില ആണെങ്കിൽ ബാസിലയുടെ സെൽ വാൾ ആണ്, ഇത് കൊക്കോ ബാസില ആണെങ്കിൽ അതിന്റെ സെൽ വാൾ ആണ്. അപ്പൊ ഈ സെൽ വാൾ ആണ്, ഔട്ടർ കവറിംഗ് ആണ് ഇതിന് ഷേപ്പ് കൊടുക്കുന്നത്. ഈ പറയുന്ന മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഓർഗാൻസിന് സെൽ വാൾ ഇല്ല. അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അങ്ങനെ ഷേപ്പ് ഇല്ല. ഇപ്പൊ നമ്മൾ അമീബയ്ക്ക് അത് ഫ്ലെക്സിബിൾ അല്ലേ, അമീബയ്ക്ക് കറക്റ്റ് ഷേപ്പ് പറയാൻ പറ്റില്ല. അതേപോലെ ആ ഓർഗാനിസം ഇത് ഇങ്ങനെ കാണാം, നീളത്തിൽ കാണാം, റൗണ്ടിൽ കാണാം, അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കാണാം. അതാണ് പ്ലിയോമോർഫിക് ബാക്ടീരിയ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിലമെന്റസ് ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ പക്ഷെ അത് നീളത്തിലുള്ള ലോങ് ഫിലമെന്റ്സ്, ഈ പിക്ചറിൽ ഇവിടെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഫിലമെന്റസ് ബാസിലൈ, നല്ല തിന്നായിട്ടുള്ള ബാസിലായിട്ട് ഇങ്ങനെ കാണാം. ഇതൊന്നും അല്ലാതെ ഫിലമെന്റസ് ഫോം ഉണ്ട്, ഫിലമെന്റസ് ബാക്ടീരിയ ഉണ്ട്, ബ്രാഞ്ചിങ് ഫിലമെന്റ്സ്, ആക്ടിനോമൈസസ്, സ്ട്രെപ്റ്റോമൈസസ് അല്ല, ഇതിന് ബ്രാഞ്ചസ് ഇങ്ങനെ വരും. ഇതിനിങ്ങനെ ബ്രാഞ്ചസ് വന്ന് ഇങ്ങനെയൊക്കെ പോകുന്ന ഷേപ്പുകൾ, ഇങ്ങനത്തെ ഷേപ്പുകൾ വരും. അതായത് അതിന് കറക്റ്റ് നീളത്തിൽ അങ്ങനത്തെ ഒന്നുമില്ല, അതിന് ബ്രാഞ്ചസ് വരും. അതാണ് ഫിലമെന്റസ് ബാക്ടീരിയ, ബ്രാഞ്ചിങ് ഫിലമെന്റ്സ്. പക്ഷെ നമ്മൾ ഈ കൾച്ചർ പ്ലേറ്റ് എന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്നിട്ട് അതൊരു വയർ ലൂപ്പ് വെച്ച് സ്പ്രെഡ് ചെയ്ത് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇത് സ്പ്രെഡ് ആയിട്ട് നീളത്തിലുള്ള ഫിലമെന്റുകൾ പോലെ കിടക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ക്ലിനിക്കൽ സ്പെസിമെൻ ചിലപ്പോൾ ജസ്റ്റ് എടുത്തൊരു ഡ്രോപ്പ് എടുത്ത് ചെറുതായി സ്പ്രെഡ് ചെയ്ത് അത് ഗ്രാം സ്റ്റെയിൻ അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റെയിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിലമെന്റസ് ഫോമും കാണാൻ കഴിയും. ഇനി അറേഞ്ച്മെന്റ്, നമ്മളിപ്പോ ഷേപ്പിന്റെ ബേസിൽ പറഞ്ഞു, കോക്കൈ പറഞ്ഞു, ബാസിലൈ പറഞ്ഞു,
വിബ്രിയോ പറഞ്ഞു. വിബ്രിയോ എന്ന് പറഞ്ഞാൽ ബാസിലെ ഇതിൽ തന്നെയാണ് വരിക, പക്ഷെ അതിനൊരു ഒരു കോമ ഷേപ്പ്, ചെറിയൊരു വളവുണ്ടായിരിക്കും. ഈ ബാസിലിന് ഒരുപാട് ഉണ്ട്. ആന്ത്രാക്സ് ബാസിലുണ്ട്, ട്യൂബർക്കിൾ ബാസിലുണ്ട്. ട്യൂബർക്കിൾ ബാസിലേക്ക് ചെറിയൊരു വളവുണ്ടാവും. ലെപ്റ്റോ ഇതിന് ലെപ്രസി ബാസിലൈ, മൈക്കോബാക്ടീരിയം ലെപ്രൈ, അതിനും നല്ല വളവുണ്ടായിരിക്കും. ഇങ്ങനെ ഓരോ ഓർഗാനിസം പഠിക്കുമ്പോൾ അതിന് കൂടുതലായിട്ട് വരും. പക്ഷെ ബേസിക് ഇതിന്റെ ഷേപ്പിൽ നമുക്ക് എന്ത് പറയാം? കോക്കൈ, ബാസിലൈ, വിബ്രിയോ. വിബ്രിയോ ഒരു ഫോം നമ്മുടെ ഇതിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് വരിക സ്പൈറൽ ഫോം. സ്പൈറൽ ഫോം എന്ന് പറയുമ്പോൾ എന്താ, ഈ സ്പൈറലിന് വേറൊരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് കൂടുതൽ പറയാത്തതിന്റെ ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ബാസില ഉണ്ട്, ഇത് ഇങ്ങനെ ചുരുണ്ട് കഴിഞ്ഞാൽ അതും ബാസില തന്നെയാണ്. അപ്പൊ ഷേപ്പ് വെച്ച് ബാസില തന്നെയാണ്, പക്ഷെ അത് കാണുമ്പോൾ ഒരു സ്പ്രിങ് പോലെ, സ്പൈറൽ പോലെ നമുക്ക് കാണും. പിന്നതാണ് ഈ അതർ മോർഫോളജിക്കൽ. അതിൽ തന്നെ ഇതിൽ റിജിഡ് ആയിട്ടുള്ള ഫ്യൂ സ്പൈറലുള്ള സ്പൈറലും ഉണ്ട്, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരുപാട് ടേണുകളുള്ള സ്പൈറോകീറ്റ്സ് ഉണ്ട്. പിന്നെ മൈക്കോപ്ലാസ്മ, പ്ലിയോമോർഫിക് ഫോം ഉണ്ട്. പിന്നെ ഫിലമെന്റസ് ബാക്ടീരിയ എന്ന് പറയുന്ന ഫിലമെന്റുകൾ പോലെ ബ്രാഞ്ചസ് ഉള്ളതും ഉണ്ട്. ഇനി ബേസ്ഡ് ഓൺ സെൽ അറേഞ്ച്മെന്റ്. അറേഞ്ച്മെന്റ് എങ്ങനെ കാണുന്നു എന്ന്, ഇത് ഇവിടെയൊക്കെ ഓർഗാൻസ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ഇത് അറേഞ്ച്മെന്റിന്റെ ബേസിൽ എങ്ങനെയാ വെച്ചാൽ, സിംഗിൾ ആയി കാണുകയാണെങ്കിൽ ഇത് അറേഞ്ച്മെന്റ് ആണ്. ഈ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഈ സിംഗിൾ ഫോമിൽ നമുക്കിവിടെ കോക്കൈ വരാം, സിംഗിൾ കോക്കസ് വന്നാൽ മോണോകോക്കസ്, അതേപോലെ സിംഗിൾ മോണോബാസിലസ് ഒറ്റയ്ക്ക് കിടക്കുന്നെങ്കിൽ. അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നതാണ് ഈക്കോളൈ. പിന്നെ പെയറിൽ വരുമ്പോൾ ഡിപ്ലോകോക്കൈ വരാം. ഡിപ്ലോകോക്കയ്ക്ക് എക്സാമ്പിൾ ആണ് ന്യൂമോകോക്കൈ, നൈസീരിയ മെനിഞ്ചൈറ്റിഡിസ്, നൈസീരിയ ഗൊണേറിയ, അങ്ങനെ എല്ലാം വരാം. ഡിപ്ലോബാസിലൈ, രണ്ട് ബാസിലൈസ് അടുത്ത് കിടക്കുന്ന ഡിപ്ലോബാസിലസിനും എക്സാമ്പിൾ വരാം. ഡിപ്ലോബാസിലസിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോവിസ് എല്ലാം വരുന്നത്. പിന്നെ ചെയിനിൽ വന്ന സ്ട്രെപ്റ്റോകോക്കസ് ആവാം, സ്ട്രെപ്റ്റോബാസിലൈ ആവാം. അറേഞ്ച്മെന്റ് സ്ട്രെപ്റ്റോകോക്കസ് ആവാം, സ്ട്രെപ്റ്റോബാസിലൈ. ചെയിനായിട്ട് കണ്ടാൽ നമ്മൾ നേരത്തെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചെയിനായിട്ട് കണ്ടാൽ സ്ട്രെപ്റ്റോ, റൗണ്ടിൽ കാണുമ്പോൾ കോക്കൈ, നീളത്തിൽ കണ്ട ബാസിലൈ. അത് ചെയിൻ ആണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കൈ, നീളത്തിലാണെങ്കിൽ സ്ട്രെപ്റ്റോബാസിലൈ. ചെയിൻ ആണ് മീൻസ് നീളത്തിൽ തന്നെ കോക്കയുടെ ഗ്രൂപ്പ് സ്ട്രെപ്റ്റോകോക്കൈ, നീളത്തിലുള്ള ബാസിലൈ ആണെങ്കിൽ സ്ട്രെപ്റ്റോബാസിലൈ. പിന്നെ ക്ലസ്റ്റർ ഗ്രൂപ്പായിട്ട് മുന്തിരിക്കോല വരുന്നതിന് സ്റ്റഫൈലോകോക്കസ്. ഒരിക്കലും ബാസിലൈ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ക്ലംബ് ചെയ്ത് കിടക്കും, പക്ഷെ ഒരു മുന്തിരിക്കോല പോലെ വരില്ല. പിന്നെ പാക്കറ്റ്സ് ഓർ ക്യൂബ്സ്, സാർസിന, ഓരോ ഗ്രൂപ്പുകളായി കിടക്കുന്ന പെയർ ഓഫ് 8 എന്നൊക്കെ പറഞ്ഞ് സാർസിന് പറഞ്ഞില്ലേ, ആ സാർസിനെയും വരാം. ഇനി ബേസ്ഡ് ഓൺ സൈസ്, മോർഫോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് സൈസിന്റെ ബേസിൽ സ്മോളസ്റ്റ് ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയാണ്. 0.2 mm വരുന്നതാണ് സ്മോളസ്റ്റ് ഇത് വരുന്നത്. ലാർജസ്റ്റ് വരുന്നത് പിസ്കം ഫിഷൽസോണി, അതായത് ഏകദേശം ഗ്രേറ്റർ ദാൻ 200 mm. അത് നിങ്ങൾ നോക്കണ്ട, അത് വലിയതാണ്. അത് നമുക്ക് ഈ സ്മോളസ്റ്റ് ബാക്ടീരിയ ചോദിക്കേണ്ടത്. ലാർജസ്റ്റ് ബാക്ടീരിയ ഇത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ ഉണ്ട്, നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്നതിൽ ലാർജസ്റ്റും ഉണ്ട്. അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗം ഏതാന്ന് ചോദിച്ചിട്ട് കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ നീലത്തിമിംഗലം പറയാം, കരയിലെ ഏറ്റവും വലിയ ജീവി. പക്ഷെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി, വെള്ളത്തിലെ ഏറ്റവും വലിയ ജീവിയും നീലത്തിമിംഗലം തന്നെയാണ്. കരയിലെ ഏറ്റവും വലിയ ജീവി വരുമ്പോൾ അത് നമുക്ക് ആന, ആ ഒരു ലെവലിലേക്ക് പറയില്ല. അതേപോലെ നമുക്ക് മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയത് വരുമ്പോൾ ഈ ഓർഗാൻസ് ഒന്നും വരില്ല. മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ ഇതിലൊന്നും വരില്ല. പക്ഷെ സ്മോളസ്റ്റ് എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മ തന്നെയാണ്. സെൽ വാൾ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുതായിട്ടും അത് കാണാൻ കഴിയും. അപ്പൊ ഈ ബാക്ടീരിയൽ സ്മോളസ്റ്റ്, ഇനി ഏറ്റവും വലിയൊരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്മോളസ്റ്റ് ബാക്ടീരിയേക്കാൾ വലുതാണ് ലാർജസ്റ്റ് വൈറസ്. ഇത് നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി പറയാണ്. ഇപ്പൊ നമ്മൾ ബാക്ടീരിയയെ കുറിച്ചാണ് പറയുന്നത്. സ്മോളസ്റ്റ് ബാക്ടീരിയേക്കാൾ വലുതാണ് ലാർജസ്റ്റ് വൈറസ്, പോക്സ് വൈറസ് ആണ് ലാർജസ്റ്റ് വൈറസ്. പോക്സ് വൈറസ് സ്മോളസ്റ്റ് ബാക്ടീരിയ.
അതായത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ സൈസിലും അതേപോലെ വൈറസ് എന്ന് പറഞ്ഞാൽ നാനോമീറ്റർ സൈസിലുമാണ് പറയുക. ഇത് ഇങ്ങനെയല്ല വരിക, മൈക്രോമീറ്റർ ആണ് കേട്ടോ. ചിഹ്നം ഇടാൻ പറ്റാത്തതിന്റെ കുഴപ്പമാണ്. മൈക്രോമീറ്റർ ആണ് ഇവിടെ. 200 മൈക്രോമീറ്റർ. മൈക്രോ ആണ് വരിക. മൈക്രോമീറ്റർ ആണ്, മില്ലിമീറ്റർ അല്ല. ഇനി ബാക്ടീരിയയുടെ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്ടീരിയയുടെ സൈസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു മുക്കിലും മോർഫോളജിക്കൽ ഒരു ഫാക്ടർ ആവുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഈ സൈസ്. ഓർത്തു വെക്കുക, ലാർജസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ബാക്ടീരിയേക്കാൾ വലുതാണ്. ഇനി സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സ്യൂൾ ഉണ്ട്. ഇതിപ്പോ ഒരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ഇതിന് ചുറ്റും ഒരു മ്യൂക്കോയിഡ് ആയിട്ടുള്ള ഒരു കവറിങ്, ഒരു വഴുവഴുപ്പുള്ള ഒരു കവറിങ്. ഇപ്പൊ നമ്മൾ അതിന് എന്താ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഔട്ടർ കവറിങ് വഴുവഴുപ്പുള്ളതാണ്, അത് ആന്റിജനിക് ആണ്. അങ്ങനെ വരുന്ന ഒരു കവറിങ് ആണ് ക്യാപ്സ്യൂൾ. ഇപ്പോ എല്ലാം നമ്മള് ഈ കടലയും ഇതൊക്കെ എടുക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട്, ഇപ്പൊ പച്ചക്കടല വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളുന്നൊരു ഇത് പച്ച കളറുള്ള തന്നെ വരും, ഔട്ടർ ഒരു കവറിങ് വരും. അതേപോലെ ഒരു മ്യൂക്കോയിഡ് ആയിട്ടുള്ള ഒരു കവറിങ് ബാക്ടീരിയയുടെ ചില ബാക്ടീരിയക്ക് ഉണ്ട്. അതിനെ ക്യാപ്സുലേറ്റഡ് ഓർഗാനിസം എന്ന് പറയും. അത് ആന്റിജെനിസിറ്റി ഉള്ളതാണ്. ആന്റിജെനിസിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. ബാക്ടീരിയൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ, ഈ മ്യൂക്കോയിഡ് ആയിട്ടുള്ള അത് ക്യാപ്സ്യൂൾ പല ടൈപ്പ് ഉണ്ട്. പോളിപെപ്റ്റൈഡ്, അതായത് കാർബോഹൈഡ്രേറ്റ്, പോളിപെപ്റ്റൈഡ്, ലിപ്പിഡ് കണ്ടന്റ് വരുന്ന, അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് ക്യാപ്സ്യൂൾ എല്ലാം. അപ്പൊ ഒരു ഔട്ടർ കവറിംഗ് ആണ്, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ഇതന്നെ ക്യാപ്സ്യൂൾ തിക്കായിട്ട് വന്ന് ഇതിനെ ക്യാപ്സ്യൂൾ എന്ന് പറയും. വളരെ തിന്നായിട്ടൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്ലൈം ലെയർ എന്ന് പറയും. അതും ഈ പറയുന്ന മ്യൂക്കോയിഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ക്യാപ്സ്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം. ആ കോളനി ഭയങ്കര മ്യൂക്കോയിഡ് ആയിരിക്കും. അതേപോലെ പിന്നെയുള്ളതാണ് ഫ്ലജല്ല. ഫ്ലജല്ല പറഞ്ഞ ഞാൻ നേരത്തെ പിക്ചറിൽ കണ്ടു, ഒരു വാല് കാണിച്ചു തന്നു. ഇതിങ്ങനെ ഇതിന്റെ ഇതിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വാല് കാണുന്നില്ലേ? ഈ വാലിനാണ് നമ്മൾ ഫ്ലജല്ല എന്ന് പറയുന്നത്. മോട്ടിലിറ്റിക്കാണ് സഹായിക്കുന്നത്, മൂവ് ചെയ്യാൻ. ഇപ്പൊ നമ്മള് ഒരു ഇതില്ലേ വാൽമാക്രി എന്ന് പറയുന്ന തവളയുടെ വാൽമാക്രി, അല്ലെങ്കിൽ എല്ലാ ജീവികളും അതിന്റെ വാല് വെച്ച് കറക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ യൂറിനിലെല്ലാം ചിലപ്പോൾ നമുക്ക് ഈ ട്രൈക്കോമോണസ് വജനാൽസിനെല്ലാം കാണാം. അതിനെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിന് ഒരു പുറകിലൊരു വാല് പോലെ ഒരു ഇതുണ്ടാവും. അതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കറക്കുമ്പോൾ ആ ഒരു മൂവ്മെന്റിലാണ് മൂവ് ചെയ്യുക. ആ വാലിങ്ങനെ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഇതിലാണ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോവുക, നല്ല സ്പീഡിൽ മൂവ് ചെയ്ത് പോകും. അത് പാരസൈറ്റിലാണ് വരുന്നത്. അപ്പൊ ഈ ബാക്ടീരിയക്കും ഇതേപോലെ. ബാക്ടീരിയയുടെ ഫ്ലജല്ലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ മോട്ടിലിറ്റി, ഈ ഫ്ലജല്ലയുടെ ബേസിൽ ബാക്ടീരിയ ഒരുപാട് ഇതുണ്ട്. ഒരു ഫ്ലജല്ല മാത്രം ഇങ്ങനെ വരും. അതേപോലെ ഇവിടെ ഒരുപാടെണ്ണം വരും, ഇവിടെ ഒരുപാടെണ്ണം വരും ഒരു ഭാഗത്ത് മാത്രം. എന്നിട്ട് ഇതെല്ലാം കൂടി കറക്കി ഇത് മുന്നോട്ട് മൂവ് ചെയ്യും. അല്ലെങ്കിൽ ഇതിന്റെ രണ്ട് സൈഡും വെച്ചിട്ട് രണ്ട് സൈഡും ഫ്ലജല്ല വരുന്നുണ്ട്. പിന്നെ ദേഹം മൊത്തം പെരിട്രൈക്കേറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഓർഗാനിസം ഉണ്ട്. അങ്ങനെ ഒരു പെരിട്രൈക്കേറ്റ് വരുന്നതാണ് സാൽമോണല്ല. പിന്നെ സ്പോർസ് ഉണ്ട്. സ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്ത് എടുത്തു വെക്കും, വിലപിടിപ്പുള്ള സാധനങ്ങൾ. അതേപോലെ ചെയ്യുന്ന ഒരു ഇതാണ് ഈ പറയുന്ന സ്പോർ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ്, അല്ലെങ്കിൽ പുറത്തിപ്പോ പ്രശ്നങ്ങൾ, നമ്മൾ എന്ത് ചെയ്യും, വീടിന്റെ ഡോറെല്ലാം ക്ലിയർ ആയി അടച്ചു വെച്ച് സേഫ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, നമ്മൾ റൂമിന്റെ ഡോറെല്ലാം അടച്ച് അങ്ങനെ ഇരിക്കില്ല. അതേപോലെ ഇതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ അത് പല ഷേപ്പിൽ വരാം. ചിലപ്പോൾ ബാക്ടീരിയയുടെ ഉള്ളിലായിരിക്കാം, ചിലപ്പോൾ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഇത് ഈ ഒരു എൻഡിലേക്ക് വരാം. ഒരു ബാക്ടീരിയയുടെ എൻഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ആയിരിക്കും ബൾജ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇവിടേക്ക് ഒരു എൻഡിലേക്ക് വരാം.
ചിലപ്പോൾ നടുവിൽ വരാം, ചിലപ്പോൾ നടുവിന്റെയും ഈ ഒരു എൻഡ്, ഒരു നടു ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ സബ് ടെർമിനൽ പറയും. സെൻട്രൽ സ്പോർ വരാം, സബ് ടെർമിനൽ വരാം, ടെർമിനൽ വരാം. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ട് കിടക്കാം. അപ്പൊ അതാണ് സ്പോർ എന്ന് പറയുന്നത്. ബാസിലസ് ആന്ത്രാസിസും ക്ലോസ്ട്രിഡിയും ഒക്കെ ഉണ്ട്. ഈ ബാസിലസ് ആന്ത്രാസിസ് ആന്ത്രാക്സ് ബാക്സിലെ, അപ്പൊ ഇതിനെന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൗഡർ ഫോമിലേക്ക്, അതിനെ ഡ്രൈ ചെയ്യുമ്പോൾ അത് റെസിസ്റ്റൻസ് സ്റ്റേജിലേക്കായിട്ട് സ്പോർ ഫോം ചെയ്ത് അവിടെ കിടക്കും, നശിച്ചു പോവില്ല. വർഷങ്ങളോളം, എത്ര വർഷങ്ങൾ വേണമെങ്കിൽ ഇരിക്കും. അപ്പൊ ഈ ആന്ത്രാക്സ് ബാസിലെ വേഗം നമ്മളൊരു കോളനി ഡെവലപ്പ് ചെയ്തെടുത്ത് അതിനെ ഡ്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വാട്ടർ കണ്ടന്റ് എല്ലാം പോകുമ്പോൾ അത് സ്പോർ ഫോമിലായിട്ട് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം പ്രിസർവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് എപ്പോ നമുക്ക് വെള്ളം കിട്ടി, അത് ജീവിക്കാൻ വെള്ളം വേണമല്ലോ ബാക്ടീരിയക്ക്, വെള്ളം എല്ലാം വരുന്ന അല്ലെങ്കിൽ ഫേവറബിൾ സിറ്റുവേഷൻ വരുന്നു, അപ്പൊ ഇത് ജെർമിനേറ്റ് ചെയ്യും. അപ്പൊ മാത്രം ഇത് ജെർമിനേറ്റ് ചെയ്തിട്ട് ഓർഗാനിസമായിട്ട് വളരും. ഇല്ലെങ്കിൽ അത് ഒരു ചേഞ്ചും വരാതെ, ഒരു ആക്ടിവിറ്റി, ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി ഒന്നും നടത്താതെ ഉള്ള ഒരു ഡീപ് സ്ലീപ്പിലേക്ക് പോകും. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ബാസിലസ് ആന്ത്രാസിസ് ബയോ വെപ്പണായി ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത്. ആന്ത്രാക്സ് ബാസിലെ ഇതിനേറ്റവും ഇത് മൃഗങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബയോ വെപ്പണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം, ഒരു 20 വർഷം മുമ്പ്. അതായത് നമുക്കൊരു ഇത് വരുമ്പോ ഒരു കവർ, അന്നൊക്കെ നമുക്ക് ഈ ഫോണും ഇന്റർനെറ്റ് ഇതിനേക്കാൾ കൂടുതലുള്ള സമയത്ത് ലെറ്റർ വരും. അപ്പൊ ഏതൊരു എംബസിയിലേക്ക് ലെറ്റർ വന്നതാണ്. ആ ലെറ്റർ പൊടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഇതില്ലേ പൗഡർ പോലെ, ഫേസ് പൗഡർ പോലെ ഒരു പൗഡർ എല്ലാവരുടെയും കയ്യിലേക്ക് വെക്കുക. ആ കവറിനകത്ത് മൊത്തം ഒരു പൗഡർ ആയിരുന്നു. അപ്പൊ ഇത് പൊടിയിൽ സ്പ്രെഡ് ആവുമല്ലോ, പൗഡർ അല്ലേ. അത് ബ്രീത്ത് ചെയ്തവർക്കൊക്കെ ഭയങ്കര ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്യൂസ് മീൻസ് ബ്രീത്തിങ് പ്രശ്നങ്ങൾ, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്ന് പറഞ്ഞ സാർസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ സാർസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സിവിയർ അക്യൂട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ സാർസ് കേട്ടിട്ടുണ്ടായിരിക്കും, കോവിഡിന് സാർസ് കോവിഡ് എന്ന് പറയുന്നത്. അതും ലങ് ഇൻഫെക്ഷൻ ആവുന്നതുകൊണ്ടാണ് കോവിഡ്, സാർസ് കോവിഡ്. ആദ്യം നമ്മൾ അതിന് പറഞ്ഞത് COVID-19 2019 വന്ന കൊറോണ, അങ്ങനെ പറഞ്ഞു. സാർസ് ആദ്യം സാർസ് ആയിരുന്നു, പിന്നെയാണ് അതിന് പേരിട്ടത് നമ്മൾ കോവിഡ് എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ കൊറോണ വൈറസ് ഡിസീസ് കോവിഡ്. അപ്പൊ അങ്ങനെ ബയോ വെപ്പണൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ആന്ത്രാക്സ്. ക്ലോസ്ട്രീഡിയം സ്പോർ ഫോം ചെയ്യും. പിന്നെയാണ് ഫിംബ്രിയ അല്ലെങ്കിൽ പിലി അഡേഷൻ. ഞാൻ ഇവിടെ പറഞ്ഞില്ല നേരത്തെ, ഫ്ലജല്ല വലുതായിട്ടുണ്ടാവുന്ന, ഇതെല്ലാം നല്ല നീളത്തിൽ, അത്യാവശ്യം നീളത്തിൽ, എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നീളത്തിൽ വരുന്ന സമയത്ത് ഇങ്ങനെ നീളത്തിലുള്ള സ്ട്രക്ചർ ആവുമ്പോൾ ഇവിടെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചറുകൾ, ഞാൻ അതിന്റെ കളർ മാറ്റി വരയ്ക്കാം. ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ, ഇപ്പൊ നമ്മുടെ തലയിൽ നമുക്ക് മുടിയുണ്ട്, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ നല്ല നീളമുള്ള മുടിയുണ്ട്. അതല്ലാതെ നമ്മുടെ ദേഹത്തെല്ലാം രോമമില്ലേ, അതേപോലെ ബാക്ടീരിയയുടെ സർഫസിലും വരുന്ന രോമം. ബാക്ടീരിയയുടെ വെച്ചിട്ട് നമ്മുടെ രോമത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ ഇതാണ്. പക്ഷെ ബാക്ടീരിയയുടെ സർഫസിൽ വരുന്ന ഈ ചെറിയ സ്ട്രക്ചറുകൾ, അതായത് ഫ്ലജല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലജല്ല പറഞ്ഞാൽ നല്ല നീളത്തിൽ ഇങ്ങനെ ലോങ് ആയി കിടക്കുമ്പോൾ ഇത് ഇത്ര മാത്രം വരുന്നതാണ്, ഇത്ര മാത്രം ലെങ്ത് വരുന്ന, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രോമം നിൽക്കുന്ന പോലെ നിൽക്കുന്ന ബാക്ടീരിയക്ക് കവറിങ്ങുകളാണ്. ഇത് എന്തിനാ സഹായിക്കുന്നത് വെച്ചാൽ അഡ്ഹെഷൻ, ഒട്ടിപ്പിടിച്ചിരിക്കാൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ പോയി ബാക്ടീരിയ എങ്ങനെ നമുക്ക് അസുഖം ഉണ്ടാക്കുക, നമ്മുടെ ദേഹത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന് അവിടുത്തെ സെല്ലിനകത്തേക്ക് കയറി അവിടത്തേക്ക് യൂട്ടിലൈസ് ചെയ്ത് സെല്ലെന്നുള്ളതൊക്കെ അങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത്. അതിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ബോഡിയിൽ വന്ന് അങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാവുന്നത്. സോ ഇങ്ങനെ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കാൻ, മനുഷ്യ ശരീരത്തിലല്ല എവിടെയെങ്കിലും അത് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ മേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് പിലി എന്ന് പറയും. ഇവരുടെ കോൺജുഗേഷൻ, അങ്ങനെയുള്ള ഈ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ചുകൂടി തിക്കായ, ഇതേപോലെ തന്നെ കുറച്ചുകൂടി തിക്കായ ഇതിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ പറയുന്ന പിലി പോലെ തന്നെയാണ് അതായത് ഫിംബ്രിയ തന്നെയാണ്, കുറച്ചുകൂടി ബ്രോഡും സ്റ്റൗട്ടറും ആയിട്ടുള്ള, കുറച്ചുകൂടി വലുതും വണ്ണം കൂടിയതും ഭയങ്കര സ്ട്രോങ്ങും ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചറുകൾ അതിന്റെ ഇടയിൽ ഉണ്ടാവും. അതിനെ നമ്മൾ സെക്സ് പിലി എന്ന് ഇവിടെ പറയുന്നുള്ളൂ. ഈ 4 സ്ട്രക്ചർ ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ക്യാപ്സ്യൂൾ, എന്താണ് ഫ്ലജല്ല, സ്പോറ്, പിലി.
അപ്പൊ അതിനെ നമ്മൾ സെക്സ് പിലി എന്ന് പറയും. അത് കോൺജുഗേഷൻ മേറ്റിങ്ങിനെല്ലാം വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇതാണ് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ഇനി നമുക്കൊരു സമ്മറി പോലെ പറയാം. കോക്കൈ, അപ്പൊ അതിന് എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, നൈസീരിയ. ഇത് ഡിപ്ലോകോക്കയാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വരണം. ഇത് ഡിപ്ലോകോക്കയാണ്, ഇത് ചെയിൻ ആണ്, ഇത് മുന്തിരിക്കുല പോലെ ഗ്രൂപ്പായിട്ട് ഒരു മുന്തിരിക്കുല പോലെ വരുന്നതാണ്, ഇത് ഗ്രൂപ്പായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് ഇത് ക്ലസ്റ്റർ ആയിട്ട് വരും, ഇത് ചെയിൻ വരും, ഇത് പെയർ വരും. ഇനി ബാസിലെ വരുമ്പോ ഇവിടെ എക്സാമ്പിൾ ആണ്, ഓർഗാൻസ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ചെയിൻ ആയിട്ട് വരും. അതുപോലെ പാലിസൈഡ്സ്, ഇതിൽ കൊറൈൻ ബാക്ടീരിയത്തിന് വരുന്ന പാലിസൈഡ്സ് സിംഗിൾ ആയിട്ട് വരും, ഈക്കോളൈ. അതേപോലെ ചെയിൻ ആയിട്ട് വരും, ബാസിലസ് ചെയിൻ ആയിട്ട് വരും. ദെൻ വിബ്രിയോ കോളറെ കോമ ഷേപ്ഡ് ഓർഗാൻസ് എന്ന് പറഞ്ഞു, സിംഗിൾ കോമ ഷേപ്ഡ്. സ്പൈറലം വോളിറ്റൻസ് റിജിഡ് സ്പൈറൽ, വളരെ ഇത് കുറഞ്ഞ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ പോലെയുള്ള സാധനം. സ്പൈറോകീറ്റ്സ് ട്രിപ്പോണിമ, ബൊറീലിയ, ലെപ്റ്റോസ്പൈറ എല്ലാം വരുന്ന ഫ്ലെക്സിബിൾ സ്പൈറൽസ് ആയിട്ടുള്ള ഒരുപാട് സ്പൈറൽസ് വരുന്ന. പിന്നെ പ്ലിയോമോർഫിക് ഫോംസ്, മൈക്കോപ്ലാസ്മി ഒക്കെ വരുന്നതാണ്, വാരിയബിൾ ഷേപ്പിൽ വരുന്നതാണ്. ഈ കൊറൈൻ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് വരുന്നത് ഈ യൂണിഫോം അറേഞ്ച്മെന്റ് എന്ന് പറയും, ചൈനീസ് ലെറ്റർ പാറ്റേൺ പോലെ പല ഷേപ്പിൽ കിടക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് കൊറൈൻ ബാക്ടീരിയസിനെ ഗ്രൂപ്പായിട്ട് പ്ലിയോമോർഫിക് എന്ന് പറയുന്നത്. പക്ഷെ കൊറൈൻ ബാക്ടീരിയസിന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യൂണിഫോം അറേഞ്ച്മെന്റ് ആണ്. ആക്ച്വലി പ്ലിയോമോർഫിക് എന്ന് പറയുന്നതിൽ കൊറൈൻ ബാക്ടീരിയം കൂട്ടേണ്ട ആവശ്യമില്ല, ശരിക്കും മൈക്കോപ്ലാസ്മ മാത്രമാണ് എക്സാമ്പിൾ. പിന്നെ ഫിലമെന്റസ് വരുന്നതാണ്, ആക്ടിനോമൈസസും സ്ട്രെപ്റ്റോമൈസസും എല്ലാം വരുന്നത് ബ്രാഞ്ചിങ് ഫിലമെന്റസ് ആയിട്ട് വരുന്ന ഓർഗാനിസം. അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇത് റിവൈസ് ചെയ്യ ക്ലോസ് ഇതില്. അപ്പൊ ബേസ്ഡ് ഓൺ മോർഫോളജി, ഷേപ്പ്, അറേഞ്ച്മെന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കോക്കൈ ഉണ്ട്, മോണോകോക്കൈ, ഡിപ്ലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, ടെട്രാഡ്സ്, സാർസിന. ഈ സ്ട്രക്ചറുകളെല്ലാം ഓർത്ത് വയ്ക്കുക. ഇത് സ്ട്രെപ്റ്റോകോക്കസ്, ഇത് സ്റ്റഫൈലോകോക്കസ്. പിന്നെ ബാസിലയുടെ കാര്യമാണ്. ബാസില ഇതേപോലെ കാണുന്ന ഈ സിംഗിൾ ബാസിലസ് ആയിട്ട് കാണും, ചെയിൻ ആയിട്ട് കാണാൻ പറ്റും, പാലിസൈഡ്സ് ആയിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിന് സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണാൻ പറ്റും. ഡിപ്ലോ ബാസിലസ് ആയിട്ട് കാണുന്നത് മൊറാക്സെല്ല ബോയ്സ്. പിന്നെ വിബ്രിയോ കോമ ഷേപ്പിൽ ബാസിലേക്കകത്ത് തന്നെയാണ് വരെ. സ്പൈറലിലും വരും, സ്പൈറൽ ഫോമിൽ സ്പൈറലും വരും, സ്പൈറോക്കീറ്റും വരും. പിന്നെ പ്ലിയോമോർഫിക് ഫോം നമ്മൾ നേരത്തെ പറഞ്ഞില്ല തന്നെ. സെൽ അറേഞ്ച്മെന്റ് സിംഗിളി കാണാം, മോണോ എന്ന് വെച്ചിട്ട് മോണോകോക്കസ്, മോണോബാസിലസ് എന്ന് വേണമെങ്കിൽ പറയാം. പേരായിട്ട് ഡിപ്ലോകോക്കസ്, ഡിപ്ലോബാസിലൈ എന്ന് പറയാം. ചെയിൻ ആയിട്ട് സ്ട്രെപ്റ്റോകോക്കൈ, സ്ട്രെപ്റ്റോബാസിലൈ എന്ന് പറയാം. ക്ലസ്റ്റർ ആയിട്ട് വരുമ്പോൾ സ്റ്റഫൈലോകോക്കൈ മാത്രമാണ് ക്ലസ്റ്റർ ആയിട്ട് വരിക, ബാസിലൈ ക്ലസ്റ്റർ ആയിട്ട് വരില്ല. പിന്നെ ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് സാർസിന. സൈസ് അങ്ങനെ റെലവെന്റ് അല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സ്മോളസ്റ്റ് മൈക്കോപ്ലാസ്മ എല്ലാം പറയാം. ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയിൽ ഏറ്റവും വലുതാണ്, മെഡിക്കലി ഇമ്പോർട്ടന്റ് അല്ല ഇത് വരുന്നത്. പിന്നെ അതിന് ക്യാപ്സ്യൂൾ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ഫ്ലജല്ല മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നതാണ്. സ്പോറ് സർവൈവൽ അൺഫേവറബിൾ സിറ്റുവേഷനിൽ വരുന്നതാണ്. അപ്പൊ സ്പോറിന്റെ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഹൈലി റെസിസ്റ്റന്റ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്. അതിനെ ഒന്ന് വെച്ച് സ്പോറിനെ നശിപ്പിക്കാൻ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഓട്ടോക്ലേവ് ഒക്കെ ചെയ്യണം, അങ്ങനെ ചെയ്താലേ പറ്റൂ. അപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്, അതൊരു ഡോർമൻ സ്റ്റേറ്റിൽ സ്ലീപ്പിലേക്ക് പോകുന്നതാണ്. പിന്നെ ഫിംബ്രിയ എന്ന് പറയുന്നത് അതിന്റെ ഒട്ടിപ്പിടിച്ചിരിക്കാനും ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫോർമേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സെക്സ് പിലികളൊക്കെയാണ് അതിൽ വരുന്നത്. താങ്ക്